ഒരു ബ്രൈഡൽ വർക്കിന് പോയിട്ട് ഇത്രയും വലിയ പണി കിട്ടുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ ബ്രൈഡ് സ്നേഹയുടെ വെഡിങ് ആണെന്ന്. സ്നേഹയുടെ വെഡിങ് വരുന്നത് ഗുരുവായൂർ വെച്ചിട്ടാണ്. അതും രാവിലെ 5 മണിക്കാണ് മുഹൂർത്തം വരുന്നത്. പക്ഷേ നമ്മളിപ്പോൾ റെഡി ആവുന്നത് പാലക്കാട് വെച്ചിട്ടാണ്. കാരണം സ്നേഹയുടെ വീട് പാലക്കാടാണ്. സോ നമ്മൾ റെഡിയായി കഴിഞ്ഞ് ഒരു 3 മണിയാകുമ്പോഴത്തേക്കും ഇറങ്ങണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്തത് വർക്കാണ് കേട്ടോ. താലികെട്ട് കഴിഞ്ഞ് തിരിച്ച് വന്ന് ഫംഗ്ഷൻ വരുന്നത് ഇവിടെ അഗെയിൻ സ്നേഹയുടെ വീടിൻ്റെ അവിടെ തന്നെ വെച്ചിട്ടാണ് കേട്ടോ, പാലക്കാട് തന്നെ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ലുക്ക് ഉണ്ട്. 11:30 ആകുമ്പോഴേക്കും സെക്കൻഡ് ലുക്ക് നമുക്ക് ഒരുക്കി കഴിയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് സ്നേഹയുടെ ടെമ്പിൾ ലുക്ക് കേട്ടോ. അവൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. നമ്മൾ നാച്ചുറലായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ താലി കെട്ടി തിരിച്ച് വന്ന് കഴിഞ്ഞ് സെക്കൻഡ് ലുക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി ഓഡിറ്റോറിയത്തിലെത്തി. ഓഡിറ്റോറിയത്തിൽ കണ്ട കാഴ്ചയാണിത്. ഡ്രസ്സിംഗ് റൂം കണ്ടപ്പോൾ ശരിക്കും ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം അത്യാവശ്യം വലിയൊരു ഓഡിറ്റോറിയം ആയിരുന്നു. അത്യാവശ്യം റെൻറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്ത് അവർ അറേഞ്ച് ചെയ്തായിരുന്നു. ആരും തന്നെ ഡ്രസ്സിംഗ് റൂം പോയി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതായിരുന്നു ഏറ്റവും വലിയ അബദ്ധമായിരുന്നത്. ഒട്ടും തന്നെ ക്ലീൻ അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ സ്നേഹനെയും വിളിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് പോയി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അവിടെ നിന്ന് ഒരു 10 മിനിറ്റ്സ് മാത്രമേ ദൂരം ഉണ്ടായിരുന്നുള്ളൂ. സ്നേഹയുടെ നല്ലപോലെ സ്വെറ്റ് ചെയ്യുന്ന ഒരു സ്കിന്നായിരുന്നു കേട്ടോ. അതുകൊണ്ട് സിന്ദൂരം ഇട്ടത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. വേറെ മേക്കപ്പും കാര്യങ്ങളും ഒന്നും തന്നെ ഇളകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് സാരിയും ഓർണമെൻറ്റ്സ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് അപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കുറേ ടൈം വേസ്റ്റ് ആയി പോയി. 11:30 ഫംഗ്ഷൻ വരുന്നത്. പക്ഷേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ 10:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുത്ത വർക്ക് ഉണ്ട് ഇത്. സ്നേഹ പക്ഷേ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.